ഹലോ ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ മൂന്നാറിൽ പോയതാ. മൂന്നാറിൽ നമ്മൾ പൂളിൽ പോവും. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരു ഫണ്ണായി കളിച്ചു. സൂപ്പർ. ഇനി നമ്മൾ ഹൗസ് ടൂർ തരാം. സോ ഇതാണ് നമ്മൾ എക്സ്ട്രാ ബെഡ്, ഇതാണ് നമ്മുടെ സാധാരണ ബെഡ്. സോഫ, ടിവി, ബാത്റൂം, സോഫ, ടിവി, റിബോൺ എല്ലാം ഉണ്ട്. പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ. പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾക്ക് ഓരോന്നും എടുക്കാനേ ഉള്ളൂ. ഇതൊന്നും ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. ആ ഡ്രസ്സൊക്കെയാണ് സാധാരണ. ഇവിടെ ഒന്നും ഇല്ല. ഈ പുറത്തെ വ്യൂ കാണിക്കാം. പുറത്തെ വ്യൂ അങ്ങോട്ട് കളിച്ചു തരാം. ഇതാണ് പുറത്തെ വ്യൂ. ഇതാണ് നമ്മൾ വൈകുന്നേരം ചാടാൻ പോകുന്ന വ്യൂ. അതിനുള്ളിൽ നമുക്ക് ഒരു സക്കള് കണ്ടില്ലേ ഗായ്സ്? ഒരു സക്കള്. ഇത് അങ്ങനെ ഇങ്ങനെ നടക്കാം. ഇതിനുള്ളിൽ വേറെ ഒന്ന് കുഞ്ഞ സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ തന്നെ ചാടാം. പറ്റില്ല. ഓക്കെ. Red hearts, that's a romance. Come give me something I could bear. Don't you want me like want to be? Don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at അപ്പൊ പാട്ടത്രേ ഉള്ളൂ. പക്ഷെ ഓപ്പോസിറ്റ് കളിക്കാം. ഞാൻ ഓപ്പോസിറ്റ് കളിക്കാം. ഓക്കെ. ആ ഗെയിമിൽ ഒരാൾ പറയുന്ന ഓപ്പോസിറ്റ് ചെയ്യണം. പിന്നെ ആ ആള് പറയുന്നത് ചെയ്താൽ അവർ ഔട്ടായി. ഫൺ. എന്നിട്ട് നമ്മൾ കുറേ ഗെയിംസിന് കളിക്കും. അപ്പൊ ഇന്ന് പഠിക്കണം. നമ്മൾ നല്ല നല്ല വീഡിയോ ആക്കും, ഷോർട്ട് വീഡിയോ ഇല്ല. പിന്നെ ഓൾസോ ഞാൻ ഈ കുട്ടിയുടെ ലിറ്റിൽ ബിഗ് സിസ്റ്ററാ അല്ലേ? തുടങ്ങും. ഓക്കെ, തുടങ്ങാം. പറഞ്ഞോളൂ. Stand. Sit. Jump. Stand. Sit. ഓക്കെ. അപ്പോൾ ഗൈസ്, കുറച്ച് ഇരുട്ടായി തുടങ്ങി. ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് റിസോർട്ടിൻ്റെ താഴത്തോട്ട് വന്നാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആമയ്ക്കൊക്കെ നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുക നമുക്ക് നോക്കാം. ഞങ്ങൾ ചിക്കൻ നഗറ്റ്സും ചിക്കൻ കട്ട്ലേറ്റും ആണ് ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് കുറച്ച് നേരത്തെ വന്നു. ചിക്കൻ നഗറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ആമയും മെഴിയൊക്കെ കട്ട വെയിറ്റിങ്. പക്ഷേ ഇവർക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. സംഭവം അവർ വന്നപ്പോൾ മുതലേ പൂളിൽ ഇറങ്ങണം, പൂളിൽ കളിക്കണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ പൂളിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആ പൂളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസമോ 2 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെന്തോ കെമിക്കൽ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ സ്നാക്സ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മളങ്ങനെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ക്യാമ്പ് ഫയർ കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫുൾ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു അവിടെ. അപ്പോൾ നമുക്ക് രാവിലെ കാണാം ഗൈസ്. ബാക്കി വിശേഷങ്ങളായിട്ട് രാവിലെ കാണാം. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അടിച്ച് പൊളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൈസ് ബൈ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങളൊന്ന് നടക്കാൻ പോയി. നമ്മുടെ പാർട്ട് 1 കണ്ടവർക്കറിയാം, നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഞാനൊരു വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യൂവിൽ വളരെ വ്യക്തമായിട്ട് റോഡ് കാണാം. നല്ല ഭംഗിയുള്ള വ്യൂവിൽ വളഞ്ഞ് വരുന്നൊരു റോഡ് കാണാം. ആ റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ ഒരു കിടിലൻ വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം അത്യാവശ്യം ഒരു 7 മണി 7:30 ആയിരുന്നു സമയം. അതുകൊണ്ട് തന്നെ നമ്മൾ ആമീനെ കൊണ്ടുവന്നിട്ടില്ല. ആമി നല്ല ഉറക്കമാണ് റൂമിൽ. കാരണം ഇന്നത്തെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ലേറ്റായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. കാരണം ഒരു കുത്തനൊരു കയറ്റാണ് നമ്മുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ കയറി നമ്മൾ റിസോർട്ടിലെത്തി. ആമി എണീറ്റിട്ടുണ്ടാവുമോ നമുക്കറിയില്ല. നമുക്ക് എന്തായാലും റൂമിലേക്കൊന്ന് പോയി നോക്കാം. കാരണം റൂമിൽ പോയി ഇനി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്കൊരു 10-10:30 ആകുമ്പോഴേക്കും ഒന്ന് കറങ്ങാൻ പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ എന്തായാലും ഗൈസ്
നമുക്ക് പോയിട്ട് ആമിയൊക്കെ റെഡി ആയോ എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഞാൻ റൂമിലെത്തുമ്പോഴേക്കും ആമിക്കുട്ടിയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ആമി ഒക്കെ സെറ്റായിട്ട് നല്ല ചെവിയുള്ള സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ചെറിയൊരു പ്ലാനിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആമി എന്താ സ്റ്റക്കായിരിക്കുന്നത്? റാബിറ്റായിട്ട് ആക്ട് ചെയ്യാനാ? ഓക്കെ ശരി. ഇവിടെ ആമിയുടെ അമ്മ റെഡി ആവുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇറങ്ങും, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ എല്ലാവരും റെസ്റ്റോറൻറ്റിൽ നമ്മളെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. പോയാലോ അമ്മി? വാ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് നമ്മളെ റിസോർട്ടിൽ നിന്ന് വട്ടവടയിലേക്ക് പോകാൻ കേട്ടോ. വട്ടവടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ, മൂന്നാറിൽ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വട്ടവടയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു ഹണി മ്യൂസിയം, അതേപോലെ തന്നെ ഒരു സ്ട്രോബെറി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അവിടെ വട്ടവട എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം നല്ല അടിപൊളിയൊരു സ്ഥലമാണ്, ഒരു ചെറിയൊരു ഗ്രാമമാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി. നമ്മളെ വണ്ടി ഇതാ നമ്മുടെ റിസോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ച് വരും കേട്ടോ. വട്ടവട പോയി കറങ്ങി അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളെ തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ വരും. കാരണം ഇന്ന് രാത്രി നമ്മൾ ഒരുപാട് അടിപൊളി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ബാർബിക്യൂ വിത്ത് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ അടിച്ച് പൊളിച്ചു. കാരണം ക്യാമ്പ് ഫയറും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആമിത വിൻഡോ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്, കാരണം പുറത്തുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആട്ടോ. നല്ല വെള്ളച്ചാട്ടവും അരുവിയും കാര്യങ്ങളൊക്കെ. നമ്മൾ റിസോർട്ടിൽ നിന്ന് മൂന്നാർ എത്താൻ തന്നെ ഏകദേശം അരമണിക്കൂർ വേണം. മൂന്നാർ ടൗണിൽ എത്തിയിട്ട് വേണം നമ്മൾ വട്ടവടയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് തന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂറുണ്ട്. അത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വട്ടവട എത്താനായപ്പോഴും നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളി വിഷ്വൽസാണ്. നമ്മളൊരു ഭയങ്കര അടിപൊളി ഭംഗിയുള്ളൊരു ഡാമിൻ്റെ മേലെ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്പീഡ് ബോട്ട് കാണുന്നുണ്ട്. ആ സ്പീഡ് ബോട്ട് കണ്ടിട്ട് ആമി അത് നോക്കി എന്നോട് പറഞ്ഞു, അവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് പപ്പ, വീഡിയോ എടുക്കുക എന്നൊക്കെ. അപ്പോൾ നമ്മൾ വട്ടവടയിലേക്കുള്ള എൻട്രിയിലെത്തി. അവസാനം നമ്മൾ വട്ടവടയിലെത്തി. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ഇറങ്ങുന്നത് നമ്മുടെ ഹണി മ്യൂസിയത്തിലാണ്. അപ്പോൾ അവിടെ ഹണി മ്യൂസിയത്തിന് മുന്നിലൊരു തേനീച്ചയുടെ ഒരു പ്രതിമ ഉണ്ട്. അത് കണ്ടിട്ട് ആമി ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഗൈസ്. നോക്കിയിട്ട് അപ്പോൾ ഹണി മ്യൂസിയത്തിൻ്റെ മുന്നിലുള്ള തേനീച്ചയുടെ അടുത്തേക്കാണ് ആമിയുടെ ഓട്ടം കേട്ടോ. എങ്ങനെയുണ്ട് ആമി? ഇഷ്ടമായി? എവിടെ തേനീച്ച? അപ്പോൾ നമ്മൾ ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. സംഭവം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ കാര്യമായിട്ടൊന്നും നമുക്കങ്ങനെ കാണാനൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അത്ര കാര്യമായിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ തന്നെ ഈ ഹണി മ്യൂസിയത്തിൻ്റെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. കുറേ ടോയ്സും അവരുടെ സോപ്പ്, ഹണി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പ് തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ആമിയും മിഴിയും നല്ല കട്ട സെർച്ചിങ്ങിലാണ്. അവർക്ക് ടോയ് വേണം എന്ന് പറഞ്ഞിട്ട് നല്ല കട്ട സെർച്ചിങ്ങിലാട്ടോ. അതെടുത്തോ ലൈറ്റ് എത്ര അത് ഇടുന്നുണ്ടാവും. ഇത് നോക്ക കണ്ട വേണ്ടേ? ബെസ്റ്റ്. ആമി ഇതേപോലെ തന്നെയാണ് ഗൈസ്. ഏത് ഷോപ്പിൽ പോയാലും ഫുൾ കൺഫ്യൂഷനാണ് ഏത് ടോയ് എടുക്കുന്നു. അതൊന്നും വേണ്ടടോ, അതൊന്നും രസമില്ല കാണാൻ. അവിടെ വെക്കുക. ആ ബേബീനെ എടുത്തോ, തൊട്ടപ്പുറത്തുള്ള അതിനെടുത്തോ. വേണ്ടേ? നിൻ്റെ അതേപോലെ ഉണ്ട് കാണാൻ. ഇവിടെ വാ. ഇത് വാങ്ങ. ആമി എങ്ങനെയുണ്ട് ഗൈസ്? ആമി പേടിച്ചോടി. ആമി ആ ഷോപ്പിലത്തെ ഫുൾ ടോയ്സ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും അവൾ വാങ്ങില്ല. ഇത് നോക്കിയേ, നല്ല ഭംഗിയില്ലേ മേലെ? നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയുണ്ട്, നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്.
ആ ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇതാണ് അടുത്തത് വാങ്ങാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ ഹണി കോംബ്, സ്പൂണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദാമിയുടെ അമ്മ നല്ല നാടൻ ഹണിയൊക്കെ വാങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹണി മ്യൂസിയം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് തൊട്ട് ബാക്കിലുള്ള നമ്മുടെ സ്ട്രോബെറി ഫാമിലേക്കൊന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. കാര്യമായിട്ട് സ്ട്രോബെറീസ് ഒന്നും ഇല്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. എല്ലാം അതൊക്കെ അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ സ്ട്രോബെറീസൊക്കെ ഒരു സെക്ഷൻ അവർ പറിച്ച് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിപ്പോൾ ബാക്കി വന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത്ര സുഖമില്ല കാണാൻ. കാരണം സൂക്ഷിച്ച് നോക്കിയാൽ കുറേ സൂക്ഷിച്ചു പോയ കുറേ സ്ട്രോബെറീസ് കാണാം ഗൈസ്. അത്രയേ ഉള്ളൂ. ആമി നോക്കി, ഇവിടെ നോക്കി. ഇതിലാണ് ഫുൾ തേനീച്ചകളായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സ്ട്രോബെറി കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഇവിടേക്ക് നമുക്ക് ഓരോ സ്ട്രോബെറീസ് കാണാം. അത്രയേ ഉള്ളൂ. പൊക്കോ പൊക്കോ, വീഴില്ല, പേടിക്കണ്ട. പൊക്കോ പൊക്കോ പൊക്കോ. ആ ആ ആ ആ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രോബെറി അവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കവറിൽ കുറച്ച് സ്ട്രോബെറീസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ സ്ട്രോബെറി ജാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോബെറി കാരണം ഫ്രഷ് സ്ട്രോബെറി ആണെന്ന് അവർ പറയുന്നത്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഓക്കെ. അമ്മി സ്ട്രോബെറി കഴിച്ചോ? ഇതാണ് അവൾ ആ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് കഴിച്ചത്. അതാണ് സ്റ്റിക്കി മാൻ. ഇത്രയും നേരം അവൾ തിരഞ്ഞ് നടന്നിട്ട് അവൾക്ക് കിട്ടിയ സാധനമാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും നമ്മൾ വാങ്ങിയ സ്ട്രോബെറി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആമി ഇവിടെ വാ, ഒരു സ്ഥലത്തേക്ക് വാ വാ. ആ വട്ടവട മ്യൂസിയത്തിൻ്റെ ടോപ്പിലേക്ക് വെച്ചാൽ ചെറിയൊരു ഹൈറ്റിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നുണ്ട്. കാരണം അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുറച്ച് ഹൈറ്റിലാവുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ കിട്ടും. ഐ ലവ് വട്ടവട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഗൈസ്. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. വീഡിയോ കണ്ടില്ലേ? നല്ല കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് താഴെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർ ജീപ്പിലേക്കൊക്കെ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഹലോ, നമ്മൾ പോകുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കയറി ഇരുന്നാൽ മതിയേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ പോരുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഒരു പുഴയും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. അമ്മയെ പിടിക്ക്. മിഴി നിക്ക്. വെയിറ്റ്. ഓടരുത്, രണ്ടുപേരും ഓടല്ലേ. ഓക്കേ, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല ചൂടൊന്നും ഉണ്ടായിരുന്നില്ല വെയിലിന് കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല രസമുള്ള നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്താണ്? ബോട്ടൊന്നും ഉണ്ടാവില്ല. ആമി ഇവിടെ ബോട്ട് ഉണ്ടാവുമോ ചോദിക്കാണ് ഗൈസ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിൽ രാത്രി എത്തി ഞങ്ങളത് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ
കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ പരിപാടി ബാർബിക്യൂ പരിപാടികൾ നമ്മുടെ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറ് പരിപാടിയായിരുന്നു. എന്തായാലും കണ്ടില്ലേ, നല്ല അടിപൊളി ബാർബിക്യൂ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ ആമിയൊക്കെ ഫുൾ ഡാൻസിലാണ് ഉണ്ടാവും. ചിലവരൊക്കെ ബാക്കിയുള്ള നമ്മുടെ ടീംസൊക്കെ അവിടെ കഴിക്കുന്നുണ്ട്. ഞാനും സൈഡിലൂടെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു ബാർബിക്യും കാര്യങ്ങളൊക്കെ കേട്ടോ. കണ്ടില്ലേ അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിത്തെ അടിപൊളി പരിപാടി, നമ്മുടെ ഡാൻസും പാട്ടും. കാരണം ആമിയുടെയും മേയുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫുൾ വൈബിലായിരുന്നു. എല്ലാവരെയായിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് നീച്ചു. നമ്മൾ ഇന്ന് റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടു ഗൈസ്, രാവിലെ ആവുന്നേ ഉള്ളൂ. നമ്മുടെ ആ ഒരു സൂര്യൻ്റെ വെളിച്ചം തൊട്ടപ്പുറത്തുള്ള മലയുടെ മേലെ ഇങ്ങനെ തൊട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കോഫി വന്നിട്ടുണ്ട്. അപ്പോൾ ആമി എനിക്ക് വേണ്ടിയിട്ട് ഷുഗറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്തു പുറത്ത് കളയരുത് കേട്ടോ. കഴിച്ചു നോക്ക്. വേണ്ട, ശരി. ആമി ചൂടുവെള്ളം കുടിക്കുക. ആമിക്ക് ചൂടുവെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അവൾക്ക് രാവിലെ നീച്ചപ്പോൾ ഈ തണുപ്പ് കാരണം ചെറിയ ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല ഒരു ചൂട് ചുക്കുവെള്ളം സൈഡിൽ പറഞ്ഞു. സ്പൂണായിട്ടാണ് കുടിക്കുന്നത് വെള്ളം. അങ്ങനെ എടുത്ത് കുടിക്കുമോ? നമുക്കിത് കുടിച്ചിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് ഇനി റെഡി ആവണം ഗൈസ്. കാരണം ഇന്ന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. പോകുന്ന വഴി നമുക്ക് ഒരുപാട് പരിപാടികൾ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ റെഡിയായി താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ടീം നമുക്കൊരു കവർ തന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു കുറച്ച് സ്നാക്സും അതിൽ കുറച്ച് ഫ്രൂട്ടി, ഒരു വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ. നമ്മുടെ ആമിത അവിടെ നിന്ന് കിട്ടിയൊരു ഫ്രൂട്ടിയും കുടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. എല്ലാവരും മൂന്നാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിൽ വരാൻ ട്രൈ ചെയ്യണം. ഞാൻ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, നമ്മളെ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. നമ്മൾ വന്നത് ആക്ച്വലി നമ്മൾ പാർട്ട് 1 കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അങ്കമാലി ആ വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് നമ്മുടെ മറയൂർ വഴി പോയിട്ട് തമിഴ്നാട് പോയിട്ട് അങ്ങനെയാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ബൈ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ പോകുന്ന വഴി നമുക്ക് മറയൂർക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മറയൂർ പോയിട്ട് നമ്മൾ ജസ്റ്റ് പോകുന്ന വഴി ഒന്ന് ഇറങ്ങാം, അത്രേ പ്ലാനുള്ളൂ. കറങ്ങാനൊന്നും അത്ര പ്ലാനൊന്നുമില്ല മറയൂർ. എന്തായാലും മറയൂർ പോകുന്ന വഴിയാണ്. നമ്മൾ പോകുന്ന വഴിക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കാനുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു കഫേ ഉണ്ട്. നമുക്ക് ചായപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ചായ് ബസാർ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഷോപ്പാണ് കേട്ടോ. മറയൂർക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതാണ്. ഞാൻ സിനിമൺ ടീ ആണ് ഞാൻ ട്രൈ ചെയ്ത് വിത്തൊരു കോഫി കേക്കും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും പോകുന്ന വഴി നമുക്കൊരു സംഭവം കിട്ടിയായിരുന്നു. ഒരു ട്രക്കിങ്ങിൻ്റെ സംഭവമാണ്. നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് നടന്നു പോകണം, വണ്ടിയൊന്നുമില്ല. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കുട്ടികളെ അവർ അലോ ചെയ്യില്ല, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആമിക്കും മെയ്ക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി നമ്മുടെ ആനമലൈ ടൈഗർ റിസർവ് വഴിയാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾ വരുമ്പോൾ കുറേ ട്രൈ നോക്കിയായിരുന്നു കാണാൻ പറ്റുമെന്ന് ആനേനെ. പക്ഷെ ഞങ്ങൾക്ക് പോകുമ്പോഴാണ് കാണാൻ പറ്റിയത് കേട്ടോ. അടിപൊളി. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആമി ട്രിപ്പൊക്കെ? സൂപ്പർ ആയിരുന്നില്ലേ? നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് 2-3 ദിവസം മൂന്നാർ ട്രിപ്പ് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.